അങ്ങനെ ഉമ്മ ഉസ്താദിനെ വിളിച്ചാണ്ട് കാര്യങ്ങൾ പറയും. അപ്പൊ ഉസ്താദ് പറയും, ഈ 2 ആഴ്ചക്കുള്ളിൽ ഈ കുട്ടീന്റെ ശരീരം ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതല്ലേ, ഈ ഇൻസിഡന്റിന്റെ ഒരു ഷോക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും, അതുകൊണ്ടൊക്കെ ഒരാൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് പറയുക. ആൻഡ് ഉസ്താദ് തന്നെ ഒരു കാര്യം കൂടി പറയും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു സ്വമേധയെ ആ ബോഡിയിൽ നിന്ന് പൊയ്ക്കോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കൂല എന്നുള്ളത്. അപ്പൊ ഉമ്മ പറയും, ഞാനും ആദ്യമൊക്കെ ഇത് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം ഉണ്ടാഞ്ഞത്. ഈ 2 ആഴ്ച ഇവൾ ഉറക്കത്തിൽ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ വല്ലാതെ കാര്യമാക്കാത്തത് ഇതുകൊണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആ പട്ടിയാൾ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടിയിരുന്നില്ല കുറച്ചിരുന്നത്. അതിറ്റങ്ങളെ മുഖത്ത് നല്ല പേടി ഉണ്ടായിരുന്നു. ഇവളെ കണ്ട് പേടിച്ചിട്ടാണ് അതിറ്റങ്ങൾ കുറച്ചത്. ഇത്രയും പറയുമ്പോൾ ഉസ്താദ് പറയും, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അതില് വരാം, എന്നാലും നമുക്ക് നോക്കാലോ, എന്താന്നുള്ളത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കോള് കട്ട് ചെയ്യും. ഫോൺ അവിടെ വെച്ച് ഉമ്മ തിരിഞ്ഞു നോക്കിയത് ഇവളുണ്ടാവും ബാക്കിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ആൻഡ് ഇവളുടെ മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടാവുകയെ, അതായത് ഇവരിങ്ങനെ പുച്ഛിച്ച് ചിരിക്കുമല്ലോ, അങ്ങനെ ഒരു ചിരി ചിരിച്ചിട്ട് ഇവൾ അങ്ങ് പോകും. ആ ചിരിയിൽ തന്നെ അവർക്ക് മനസ്സിലാവും അവിടെ നിൽക്കുന്നത് ഫിദ അല്ല എന്നുള്ളത്. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ഉറങ്ങാൻ കഴിയൂല. ഇന്ന് രാത്രി ഇനി എന്തൊക്കെ കേൾക്കാരം ഉണ്ടാവുക പേടിച്ചിട്ട് ഇവർ ഉറങ്ങാതെ ഹാളിൽ തന്നെ ഇരിക്കും. പക്ഷെ അന്ന് രാത്രി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ. അങ്ങനെ അന്ന് രാത്രി ഇവർ രണ്ടുപേരും ഉറങ്ങാതെ നേരം വിളിപ്പിക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉസ്താദ് വരും. ഇവളോട് ഹാളിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് ഓളെ നേരെ ഉസ്താദും വന്നിരിക്കും. അപ്പോഴൊക്കെ ഇവളെ മുഖത്തൊരു ക്യൂരിയോസിറ്റി മാത്രമായിരിക്കും, എന്താ നടക്കുന്നത് എന്നുള്ള രീതിക്ക് കുറച്ച് ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ആളെ. അങ്ങനെ ഉസ്താദ് എന്തൊക്കെയോ ചൊല്ലാൻ തുടങ്ങും. കുറച്ച് ടൈം ആകുമ്പോൾ ഇവള് മുഖം അങ്ങ് മാറി ഇവള് നല്ല സൗണ്ടിൽ ചിരിക്കാൻ തുടങ്ങും. നല്ല സൗണ്ടിൽ ചിരിക്കുക. പിന്നെ ഇയാളുടെ മുഖത്ത് നോക്കിനാണ്ട് ഓരോ എക്സ്പ്രഷൻ ഇട്ടാണ്ട് ആളെങ്ങനെ കളിയാക്കൂലേ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. ഇടയ്ക്ക് ഉസ്താദ് നീ ആരാണ്, എന്താണ്, നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഇവള് ഇയാളുടെ മുഖത്തേക്ക് നോക്കണോ, ഇതിനൊരു റിയാക്ഷനും കൊടുക്കുന്ന തന്നെ ഉണ്ടാവൂലേ. അങ്ങനെ കുറച്ചു നേരം കൂടി ഉസ്താദ് അവിടെ ഇരുന്നാണ്ട് എന്തെല്ലാം ഇങ്ങനെ ചൊല്ലും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉസ്താദിനെ നോക്കുമ്പോൾ ആളുടെ മുഖത്ത് തന്നെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. ആള് പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ചാണ്ട് സിറ്റ് ഔട്ടിക്ക് പുറത്തേക്ക് പോരും. അപ്പൊ ഉമ്മയും അജും ആളുടെ പിന്നാലെ തന്നെ പുറത്തേക്ക് വരും. അപ്പൊ ഉസ്താദ് പറയും, ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഒഴിപ്പിച്ചതിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടില്ല. പൊതുവെ അവരെന്നെ ഇറങ്ങി പോയിക്കോളാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ ബോഡിയിൽ അവർ നിൽക്കൂല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അന്ന് ഇവളെ മേത്ത് കുറെ വടികൊണ്ട് തല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും എന്താണ് ഏതാണെന്നുള്ളത് അത് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് അത് പൊയ്ക്കോളാന്നുള്ളത് മാത്രമാണ്. ഇനി എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവളുടെ മേത്തുള്ളത് എന്നുള്ളത് അറിയണം. നിങ്ങൾക്ക് ഈ കുളത്തെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കഥ അറിയോ, ഈ കുളത്തിൽ ആരെങ്കിലും മരിച്ചതായിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയോ എന്നുള്ളത് ഉമ്മാനോട് ചോദിക്കും. അപ്പൊ ഉമ്മ പറയും, അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തന്നെ അറിയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ആ കുളത്തിന്റെ അടുത്തേക്കൊന്നും കളിക്കാൻ പറഞ്ഞയക്കലില്ല. ആൻഡ് ഞാനെന്നുണ്ടെങ്കിലും മക്കൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കലില്ല. പിന്നെ ആകെ അറിയുന്നത് നമ്മളെ വീടിന്റെ തന്നെ 2 വീട് കഴിഞ്ഞുള്ള ആ വീട്ടിലുള്ള ആൾക്ക് ആ കുളത്തിൽ ചാടിയിട്ടാണ് ഭ്രാന്തായത്. അതൊക്കെ ഞാൻ തന്നെ ചെറിയ കുട്ടിയായി നിന്ന് നടന്നിട്ടുള്ള കാര്യമാണ്. ആള് ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു ദിവസം ആള് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുളത്തിന്റെ അടുത്ത് തന്നെ തീ എന്തോ കണ്ടിട്ട് അണക്കാൻ പോയതാണ്. അങ്ങനെ കുളത്തേക്ക് എടുത്ത് ചാടി. അന്ന് തൊട്ട് ഇയാൾക്ക് ഭ്രാന്തായ പോലെയാണ്, എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുവേ. അപ്പൊ ഉസ്താദ് ഇതിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ മാർഗമുണ്ടോ, ആരോടെയും ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഉമ്മ പറയും, ചിലപ്പോൾ എന്റെ ഉമ്മാനെ വിളിച്ച് എന്തെങ്കിലും കിട്ടുമായിരിക്കും. കാരണം ചെറുപ്പം തൊട്ട് ഞങ്ങളൊന്നും ഈ പറമ്പക്ക് പറഞ്ഞൊക്കെ ചെയ്യലില്ല. ഞാനൊന്ന് ഉമ്മാനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഉമ്മ ഉമ്മാമാനെ വിളിക്കുവേ.